റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് ബോബി സഞ്ജയ് എന്നിവർ എഴുതി 2018 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് കായംകുളം കൊച്ചുണ്ണി. മധ്യ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് സമ്പന്നരിൽ നിന്നും കൊള്ളയടിക്കുകയും ദരിദ്രർക്ക് നൽകുകയും ചെയ്ത പ്രശസ്തി നേടിയ ഒരു കള്ളന്റെ കഥയാണ് കായംകുളം കൊച്ചുണ്ണി. കൊച്ചുണ്ണിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. നിവിൻ പോളി, സണ്ണി വെയിൻ, ബാബു ആന്റണി, പ്രിയ ആനന്ദ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. കൊച്ചുണ്ണിയുടെയും സുഹൃത്തുക്കളുടെയും സഹായിയായി ഇത്തിക്കര പക്കി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മോഹൻലാലാണ്. വളരെ ചെറിയ സമയമാണ് ചിത്രത്തിൽ മോഹൻലാൽ ഉള്ളുവെങ്കിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഈ കാമിയോ റോൾ ആയിരുന്നു. നിവിൻ പോളി മികച്ച രീതിയിൽ തന്നെ തനിക്ക് കിട്ടിയ റോൾ അവതരിപ്പിച്ചുവെങ്കിലും സിനിമ അറിയപ്പെടുന്നത് മോഹൻലാലിന്റെ പേരിൽ തന്നെയാണ്. കഥ കേട്ടപ്പോൾ തന്നെ മോഹൻലാലിന് റോൾ ഇഷ്ടമായെന്നും അതോടെ കാമിയോ റോളിന് സമീപിക്കുകയായിരുന്നുവെന്നും റോഷൻ ആൻഡ്രൂസ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്ന് അഭിനയിച്ച അമുൽ ചക്കാലയ്ക്കൽ ഇങ്ങനെയാണ് മോഹൻലാൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളെ തന്റെ ഫാനാക്കി മാറ്റിയത് എന്ന് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ലാലേട്ടൻ അഭിനയിക്കാൻ വരുന്ന സമയത്ത് ഒരു നോർത്ത് ഇന്ത്യക്കാരി അവിടെയുണ്ട്. അവർ കൃത്രിമ മേക്കപ്പ് ചെയ്യുന്ന ആളാണ്. അതായത് നമ്മുടെ മുഖത്ത് ഒരു വെട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ 50 ദിവസം വരെയൊക്കെ അത് തുടർച്ചയ്ക്ക് വേണ്ടി വെക്കണം. ഒരുപാട് പണം ചെലവാക്കി അവരെ കൊണ്ടുവന്നത്. ഭയങ്കര ആറ്റിറ്റ്യൂഡായിരുന്നു അവർക്ക്. ലാലേട്ടൻ വന്ന സമയത്ത് അവരുടെ നോട്ടത്തിൽ പുള്ളി പ്രായമുള്ള തടിയുള്ള ഒരാൾ മാത്രമായിരുന്നു. വലിയ വില ലാലേട്ടന് അവർ കൊടുത്തില്ല. എന്നാൽ പുള്ളി അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ കഥ മാറി. അവർ കൂളിംഗ് ഗ്ലാസ് ഒക്കെ മാറ്റിവെച്ച് ലാലേട്ടനെ നോക്കി നിൽക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന തന്നെ അറിയില്ലാത്ത ഒരാളെ ലാലേട്ടൻ അന്ന് തന്റെ ഫാനാക്കി.